കൊച്ചിയിൽ ലഹരി മരുന്നുമായി യുവാവ് പിടിയിൽ. എളമക്കര സ്വദേശി അതുൽ കൃഷ്ണയിൽ നിന്നും LSD സ്റ്റാമ്പും ഹാഷിഷ് ഓയിലും പിടികൂടി. ഇടുക്കി മൂന്നാറിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി. PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. സംസ്ഥാനത്ത് ഇളവൊന്നും അനുവദിച്ചിട്ടില്ലെന്ന് ശ്രീമതിയോട് പിണറായി. വാർത്ത നിഷേധിച്ച് PK ശ്രീമതി രംഗത്ത്. കനത്ത ജാഗ്രത തുടരുന്നതിനിടെ കശ്മീരിൽ 45കാരനെ വെടിവെച്ചു കൊന്നു. കുപ്വാരയിലെ ആക്രമണത്തിന് പിന്നിൽ ഭീകരെന്ന സംശയം. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ഉറി മേഖലയിൽ പാക് സൈന്യം വെടിയുതിർത്തു. തിരിച്ചടിച്ച് ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. പാകിസ്ഥാനെതിരെ ജലയുദ്ധം തുടർന്ന് ഇന്ത്യ. ഉറി ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു. ഝലം നദിയിൽ വെള്ളപ്പൊക്കം. ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. ആണവായുധങ്ങളുടെ കണക്ക് നിരത്തി പാക് മന്ത്രി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തന്നെ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP പിടിക്കുന്ന ഓരോ വോട്ടും കോൺഗ്രസിനെ തോൽപ്പിക്കും. കോൺഗ്രസിന്റെ വോട്ടാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഭരണം കിട്ടാൻ ഏതറ്റം പോകുന്നവരാണ് മുസ്ലിം ലീഗ്. ലീഗ് ഇടതുമുന്നണിയിൽ ചേർന്നാൽ തന്നെ പോലെയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി ന്യൂസ് 18 ദി പോളിഗ്രാഫിൽ.